So motion endane ennullathu padichu, direct motion endane, indirect ways of perceiving motion endane ennullathu padichu, fast motion, slow motion endane ennullathu nammal padichu. Moreover, we studied something known as distance. Distance endane, displacement endane padichu, and we studied distance is a scalar quantity, matthidu is a vector quantity. Aa kathayakka nammal padichu. Appo scalar quantity endane, vector quantity endane, adinte examples kathagalum okke nammal padichu. Then what did we study? In order to define some kind of motion, we need something which is known as origin. Ennallathu nammal parnu, origin nu paranittu saanam venam ennallathu nammal parnu. Sagar adirathu video on cheyidirke. Okay, appo origin endane, frame of reference endane ennokka nammal padichu. Now today what are we going to, എന്നിട്ട് ഇനി ഒരു സാധനം എന്താ പഠിച്ചത്, നമ്മുടെ യൂണിറ്റ്സ് പഠിച്ചു അല്ലേ. യൂണിറ്റ്സ് പല ടൈപ്പ് ഓഫ് യൂണിറ്റ്സ് പഠിച്ചു. അതായത് ഡിസ്റ്റൻസിന് എന്താ ഉള്ളത്, സെന്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ, അങ്ങനത്തെ കുറെ സാധനങ്ങൾ പഠിച്ചു. അതേപോലെ തന്നെ മറ്റേതിന് എന്താ പറഞ്ഞേ നമ്മള്, വേറൊരെണ്ണം എന്താ പറഞ്ഞേ, നമ്മള് യൂണിറ്റ് വേറെ എന്താ പറഞ്ഞ കാരണം, ഇത് ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്തൊക്കെയാ പഠിച്ചേ പറഞ്ഞേ, സെന്റിമീറ്റർ പറയട പിള്ളേരെ, മീറ്റർ, മില്ലിമീറ്റർ, മീറ്റർ, മീറ്റർ, മില്ലിമീറ്റർ, മില്ലിമീറ്റർ, കിലോമീറ്റർ ഒക്കെ നമ്മൾ പഠിച്ചു. അതേസമയം അവറിന്റെ എന്താ നമ്മൾ പഠിച്ചു, അവർ അല്ലല്ലോ, ടൈമിന്റെ എന്താ പഠിച്ച യൂണിറ്റ്, സെക്കൻഡ്, മിനിറ്റ്, സെക്കൻഡ്, മിനിറ്റ്, അവർ ഉണ്ട് എന്ന് പഠിച്ചു. ഇതിന്റെ കൺവേർഷൻ നമ്മൾ പഠിച്ചോ, ഇതിന്റെ കൺവേർഷൻ പഠിച്ചു. ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇത് ഇൻറ്റു 1000, ഇത് ഇൻറ്റു 100, ഇത് ഇൻറ്റു 10. തിരിച്ചു പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 10, ഡിവൈഡഡ് ബൈ 100, ഡിവൈഡഡ് ബൈ 1000 എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. വി ആർ നോട്ട് ഗോയിങ് ടു ഡു ദ പ്രോബ്ലംസ് നൗ. ആദ്യം കോൺസെപ്റ്റ്സ് നമുക്ക് ശരിയാക്കാം, എന്നിട്ട് വി വിൽ മൂവ് ഓൺ ടു ദ പ്രോബ്ലംസ്. നൗ കമ്മിങ് ടു അടുത്തത് എന്താണ്, യൂണിഫോം മോഷൻ ആൻഡ് നോൺ യൂണിഫോം മോഷൻ. നമ്മൾ എന്താ പഠിക്കാൻ പോണേ, യൂണിഫോം മോഷൻ ആൻഡ് നോൺ യൂണിഫോം മോഷൻ. അതെന്താണ് സാധനം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോണേ. ഇനി ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ഓർമ്മയുണ്ടോ കുട്ടികൾ, ഡിസ്പ്ലേസ്മെന്റ് സീറോ ആവാൻ പറ്റുമോ ഇല്ലയോ, ഡിസ്പ്ലേസ്മെന്റ് സീറോ ആവാൻ പറ്റുമോ ഇല്ലയോ, പറ്റും. ഡിസ്പ്ലേസ്മെന്റ് സീറോ. എടാ കഷ്ടോണ്ടടാ, മഹാഭാരതം മുഴുവൻ കഴിഞ്ഞിട്ട് നിങ്ങൾ പറയല്ലടാ രാമായണം അല്ലെ രാമൻ ആരാന്ന് ചോദിക്കല്ലടാ മക്കളെ. എന്റെ പൊന്നു കുട്ടികളെ, ഡിസ്പ്ലേസ്മെന്റ് സീറോ ആവാൻ പറ്റും, ഡിസ്റ്റൻസ് സീറോ ആവാൻ പറ്റില്ല, പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആവാൻ പറ്റും. ഡിസ്റ്റൻസ് സീറോ ആവാൻ പറ്റും എപ്പോ, അദ്വൈതിന്റെ വീട്ടിൽ തന്നെ ഇരുന്നു എന്ന് വിചാരിച്ചോ. ഓക്കെ, അദ്വൈത വീട്ടിൽ തന്നെ ഇരിക്കുകയാണെന്നെനിക്ക് ഡിസ്റ്റൻസ് സീറോ ആണ്, ബിക്കോസ് യു ഡിഡ് നോട്ട് മൂവ് എനിവേർ. പക്ഷേ a body in motion cannot have a distance of 0. പക്ഷെ a body in motion can have a displacement of 0. കാരണം എന്താ, വൈഗ ഇവിടെ നിന്ന് ദുബായിൽ നിന്നും തിരുവനന്തപുരത്തോട്ട് വന്നു, തിരുവനന്തപുരത്ത് നിന്ന് നേരെ തിരിച്ച് ദുബായിൽ വീട്ടിലെത്തി. വൈഗയുടെ ഒറിജിനും ഇനീഷ്യൽ പോയിന്റ് ആൻഡ് ഫൈനൽ പോയിന്റ് സെയിം ആണ്. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് 0 ആവാന്ന് നമ്മൾ പഠിച്ചു. മനസ്സിലായോ? ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, മറക്കരുത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഘോര ഇതിനെ പറ്റിയിട്ട് കുറെ പ്രസംഗിച്ചായിരുന്നു അല്ലെ അദ്വൈത ആ വഴിക്ക് അത് മറന്നല്ലേ. ഓക്കെ, അപ്പൊ നൗ കമ്മിങ് അഗൈൻ. ഇനിയുള്ളത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ്, യൂണിഫോം മോഷൻ, നോൺ യൂണിഫോം മോഷൻ, രണ്ട് തരത്തിലുള്ള മോഷൻ. എന്തൊക്കെയത്, യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ യൂണിഫോം ആയിട്ടിട്ട് മോഷന് പോയതാണോ, അല്ല. ഓക്കെ, എന്താണ് അതിന്റെ അർത്ഥം, യൂണിഫോം മോഷൻ നോൺ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നോക്കാൻ പോണേ. വെരി സിമ്പിൾ. ഓക്കെ, ഞാൻ പറയാം. ഇപ്പൊ അതിരത്ത് ഒരു സൈക്കിളിൽ കയറി തുടങ്ങി. അതിരത്ത് എന്ത് ചെയ്തു, ഒരു സൈക്കിളിൽ കയറി തുടങ്ങി. എനിക്ക് സൈക്കിൾ വരയ്ക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഞാൻ എങ്ങാനും വരയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ മിലിറ്ററി ഗണ്ണ് പോലെ ഉണ്ടാവും, കാരണം വരയ്ക്കണില്ല. ഓക്കെ, അതിരത്ത് ആദ്യത്തെ 5 സെക്കൻഡില് ഓക്കെ എത്ര ദൂരം കവർ ചെയ്തു, അതിരത്ത് ആദ്യത്തെ 5 സെക്കൻഡില് 1 മീറ്റർ കവർ ചെയ്തു. ഓക്കെ, അടുത്ത 5 സെക്കൻഡില് വീണ്ടും 1 മീറ്റർ കവർ ചെയ്തു. അടുത്ത 5 സെക്കൻഡില് വീണ്ടും 1 മീറ്റർ കവർ ചെയ്തു. കാരണം അതിരത് യൂണിഫോം ഇട്ടുകൊണ്ടാണ് പോയത്, കാരണം യൂണിഫോം മോഷൻ ആണ്. ഒന്നുകൂടി നോക്കിക്കോ, ആദ്യത്തെ 5 സെക്കൻഡ്, അതായത് 0 to 5 സെക്കൻഡ്സിൽ 1 meter is the time, 1 meter is the distance he covered. All right, ഇത് എത്ര ടു എത്ര സെക്കൻഡ് ആണ് അടുത്തത്, പറയട പിള്ളേര്. 5 to 10 സെക്കൻഡ്സില്, ബിക്കോസ് ടൈം ഇന്റർവെൽ ഞാൻ പറഞ്ഞത്, അടുത്ത 5 സെക്കൻഡ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് 5 to 10 സെക്കൻഡ്സില് he covered 1 meter, which means നോക്കിക്കോ, ഞാൻ ഇവിടെ ഇതാണ് എന്റെ വീട്, 0 ആണ് എന്റെ വീട്, ദിസ് ഇസ് മൈ ഒറിജിൻ. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരുന്നേ, അദ്വൈതൊക്കെ വീഡിയോ ഓൺ ചെയ്തിരിക്കുക, അതിരത് എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരിക്കുക, കൃഷ്ണ വീഡിയോ ഓൺ ചെയ്തിരുന്ന മോനെ. ഓക്കെ, ഇത് 0, ഇതെന്റെ വീട്.
ഓൾറൈറ്റ്, ഇത് വീട്ടിൽ നിന്ന് 1 മീറ്റർ ദൂരം, ഇത് 2 മീറ്റർ ദൂരം, ഇത് 3 മീറ്റർ ദൂരം, ഇത് 4 മീറ്റർ ദൂരം. ഓക്കെ, ഇത് ടൈമാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. ഇത് ഫസ്റ്റ് സെക്കൻഡ്, ഇവിടെ 1 സെക്കൻഡ്, ഇവിടെ 2 സെക്കൻഡ്, ഇവിടെ 3 സെക്കൻഡ്, ഇവിടെ 4 സെക്കൻഡ്. 0th സെക്കൻഡിൽ അതിരത് വീട്ടിൽ തന്നെയാണ്. ഓൾറൈറ്റ്, ഇവിടെ പിള്ളേർ ഈ ഗ്രാഫ് ഞാൻ തിരിച്ചു വരയ്ക്കാണ്, വിച്ച് വിൽ ബി ഈസിയർ ടു ഐഡന്റിഫൈ. എപ്പോഴും ടൈം എക്സ് ആക്സിസിൽ വരയ്ക്കുന്നതാണ് നല്ലത്. ഐ വിൽ ജസ്റ്റ് ഡ്രോ ദിസ് ഇൻ എക്സ് ആക്സിസ്. ഓക്കെ, ഇത് ഞാൻ ഇതാണ് എന്റെ 0 സെക്കൻഡ്. ഇത് നമ്മൾ 5 സെക്കൻഡ്സ് ഇന്റർവെല്ലാണ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ 5, ഇവിടെ 10 സെക്കൻഡ് കഴിഞ്ഞ്, ഇവിടെ 15 സെക്കൻഡ്സ്, ഇവിടെ 20 സെക്കൻഡ്സ്. ഇത് ഞാൻ വരയ്ക്കുന്നത് ഇവിടെ ടൈമാണ്. ഓൾറൈറ്റ്, ഇത് ഞാൻ ടൈമാണ് വരയ്ക്കുന്നത്. നൗ ഇവിടെ 1 meter from house, 2 meter from house, 3 meter from house, 4 meter from house. മനസ്സിലായോ? 4 meter from house. ഇതാണ് ഞാൻ വരയ്ക്കുന്നത്. 5 സെക്കൻഡ് കഴിയും. ഇനി നമുക്ക് ഓരോന്നായിട്ട് വീണ്ടും നോക്കാം. അതിലത് ആദ്യത്തെ 5 സെക്കൻഡിൽ 1 മീറ്റർ കവർ ചെയ്തു. കിട്ടി, താങ്ക് യു. 0 to 5 സെക്കൻഡ്സിൽ 1 മീറ്റർ കവർ ചെയ്തു. 5 to 10 അതിരത് എവിടെയായിരിക്കും? വീട്ടിൽ നിന്ന് എത്ര ദൂരം പോയിട്ടുണ്ടാവും? എന്താ ഒന്നും കൂടി പറയൂ. അതിരത് 5 to 10 സെക്കൻഡ്സ്. 10 സെക്കൻഡ്സിൽ അതിരത് എവിടെയായിരിക്കും വീട്ടിൽ നിന്ന്? 2 മീറ്റർ കഴിഞ്ഞിട്ടുണ്ടാവും. 2 മീറ്റർ കഴിഞ്ഞിട്ടുണ്ടോ? അതെല്ലാവർക്കും മനസ്സിലായോ? 2 മീറ്റർ. 5ാമത്തെ സെക്കൻഡില് പുള്ളിക്കാരൻ 1 മീറ്റർ കഴിഞ്ഞു. 5 to 10 സെക്കൻഡ്സിൽ എത്ര മീറ്റർ കഴിഞ്ഞിട്ടുണ്ടാവും? 2 meters കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം 1 മീറ്ററും കൂടി കവർ ചെയ്തു. സാഗർ വീഡിയോ ഓൺ ചെയ്തിരിക്കും. കൃഷ്ണ വീഡിയോ ഓൺ ചെയ്തിരിക്കും. മോനാണോ മോളാണോ എന്ന് എനിക്കറിയില്ല. കൃഷ്ണ ഈസ് എ വെരി കൃഷ്ണ എന്ന് പറയുന്നത് ദ്രൗപദിയുടെ പെൺകുട്ടി. ഞാൻ പറഞ്ഞില്ലേ? ആണല്ലേ? ഹായ്, അതാണ് കൃഷ്ണ എന്ന് പറയുന്നത് ദ്രൗപദിയുടെയും പേരല്ലേ? സുഭദ്രയുടെ പേരാണ്. സുഭദ്രയുടെയും കൃഷ്ണന്റെയും പേരാണ് കൃഷ്ണ എന്ന് പറയുന്നത്. അപ്പൊ 10 സെക്കൻഡ്സ് കഴിയുമ്പോഴേക്കും ആള് 2 മീറ്റർ അപ്പുറത്താണ്. 15 സെക്കൻഡ് കഴിയുമ്പോഴോടാ കുട്ടികളെ 10 to 15 സെക്കൻഡ്സിൽ ആൾ എവിടെയായിരിക്കും? 1 മീറ്ററും കൂടി കവർ ചെയ്തു, which is 3 meters. He will be at 3 meters. പക്ഷേ ladies and gentlemen, this is a graph you are getting. For uniform motion, this is a graph you are getting. പക്ഷേ if you see, what is the definition? I will call this a uniform motion. Why will I call this a uniform motion? Because in this particular motion, he has covered equal distance, 1 meter, 1 meter, 1 meter, in equal interval of time. Equal intervals എടുത്ത 5 സെക്കൻഡില് ആദ്യത്തെ 5 സെക്കൻഡിൽ 1 മീറ്റർ, അടുത്ത 5 സെക്കൻഡിൽ 1 മീറ്റർ, അടുത്ത 5 സെക്കൻഡിൽ 1 മീറ്റർ. intervals of time equal ആയപ്പോൾ ഞാൻ equal intervals of time consider ചെയ്യുമ്പോൾ I covered equal distances. Adirat covered equal distances. So we can call this a uniform motion. How is my uniform motion going to look like in a DT graph? What is meant by a DT graph? This is distance time graph. Distance time graph. For each 5-second interval, for each 5-second interval, I covered 1 meter, 1 meter, 1 meter. So I am going to get a straight line like this. Are you all clear with uniform motion? Are you all clear with the uniform motion and graph? Write it down. ചെയ്ത് എഴുതിയേ, തനിയെ എഴുതിക്കോ, ഓർമ്മയില്ലാതെ എഴുതിക്കോ. ഇതിന്റെ നമുക്ക് ഒന്നുകൂടി നോക്കിക്കോ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? In this non-uniform motion, what is going to happen? First 5 seconds, second 5 seconds, third 5 seconds, fourth 5 seconds. We are talking about the time interval. What did she do? Krishna covered different distances. Okay, ആദ്യത്തേല് 1 meter cover ചെയ്തു, രണ്ടാമത്തേല് 2 meters is what she covered, മൂന്നാമത്തേല് 5 meters, അത് കഴിഞ്ഞപ്പോൾ 1 meter cover ചെയ്തുള്ളൂ. That is, നമ്മൾ ടൈം വെച്ച് നോക്കിയ ടൈം was 0, 5, 10, 15. Equal interval of time, she covered unequal distances 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ എഴുതിന്ന് വിചാരിച്ചോ. She covered, so it might be like 10 കഴിയുമ്പോഴത്തേക്ക് ഇവിടെ 2 വന്നു, ഇവിടെ 5 കഴിഞ്ഞപ്പോഴത്തേക്ക് എങ്ങോട്ടാ വന്നത്? ഇത് 5 വന്നു. This is maybe 5. ഇതെങ്ങനെയാ വരിക? This is not a straight line. You will get some other shape for this because she covered
unequal distances in equal interval of time. Equal interval of time she covered unequal distances. Such മാം ഇതിന്റെ ഓപ്പോസിറ്റ് നടക്കാമല്ലോ, അതായത് അൺഈക്വൽ ഡിസ്റ്റൻസിൽ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ചെയ്യാമല്ലോ. അല്ല സോറി, ഈക്വൽ unequal interval of time. ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇല്ല. ഞാൻ പറയട്ടെ, unequal time you should not consider. Time is always equal. Equal interval of time എടുക്കാൻ പാടുള്ളൂ. Equal യൂണിഫോം മോഷനിൽ ആരാ പോയി? അതിരത് പോയി. ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ അതിരത് കവർ ചെയ്തത് ഈക്വൽ ഡിസ്റ്റൻസസ് ആണ്. കൃഷ്ണ എന്താണ്? നോൺ യൂണിഫോം ആണ്. അതെങ്ങനെയാ? അത് ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം തന്നെയാണ് കൃഷ്ണ കൺസിഡർ ചെയ്തേക്കുന്നത്. പക്ഷെ അൺഈക്വൽ ഡിസ്റ്റൻസസ് ആണ് കവർ ചെയ്തത്. You cannot change the time interval. Time interval is always constant. അങ്ങനെയാണെങ്കിൽ it will make sense. അങ്ങനെയാണെങ്കിൽ it will make sense. Unequal interval of time ൽ unequal സാധനം കവർ ചെയ്തു എന്ന് പറഞ്ഞാൽ there is no base അല്ലെ for comparison. ഞാനും പരീക്ഷ കംപ്ലീറ്റ് ചെയ്തു, വൈകിയും പരീക്ഷ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ ഞാൻ കംപ്ലീറ്റ് ചെയ്തത് 1 മണിക്കൂറിൽ, വൈകി കംപ്ലീറ്റ് ചെയ്തത് 3 hours. പക്ഷെ നമ്മൾ രണ്ടുപേരും ഒരേപോലെയാണ്. Does it make sense? No, it doesn't make sense because the thing that we are considering should be of the same time interval. അപ്പൊ മോഷനിൽ എപ്പോഴും ടൈം ഇന്റർവൽ is going to be the same. പക്ഷെ അതിന്റെ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പറയുന്നത്. ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ യൂണിഫോം മോഷൻ, ഡിസ്റ്റൻസ് സെയിം അല്ല കവേർഡ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോൺ യൂണിഫോം മോഷൻ. ഓക്കെ, മനസ്സിലായോ? രണ്ടെണ്ണത്തിന്റെ എക്സാമ്പിൾസും കൂടി ഞാൻ പറയാം. യൂണിഫോം മോഷന്റെ എക്സാമ്പിൾ, യൂണിഫോം മോഷൻ എന്ന് പറയുന്നത് എക്സാമ്പിൾ നമ്മൾ എന്താ പറയാ? ട്രെയിൻ ഗോയിങ് അറ്റ് എ കോൺസ്റ്റന്റ് സ്പീഡ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ. ട്രെയിൻ ഗോയിങ് അറ്റ് എ കോൺസ്റ്റന്റ് സ്പീഡ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ. അതേസമയം നോൺ യൂണിഫോം സ്പീഡിന്റെ എക്സാമ്പിൾ എന്താണ്? നോൺ യൂണിഫോം സ്പീഡിന്റെ കാർ ഗോയിങ് ത്രൂ ട്രാഫിക്. കാർ ഗോയിങ് ത്രൂ ട്രാഫിക്. All right, these are examples of non-uniform motion. Non-uniform in the distance time graph, there are multiple type of graph. Distance time graph is going to be something like this. Idu thanne avanamilla, it is not going to be a straight line. That is the criteria. This is not going to be a straight line. All right, ini oru point um koodi parnya, non-uniform motion is an accelerated motion. Accelerated ka matlab kya hai bachcho? Accelerated means, ഞാൻ പറയട്ടെ, നിങ്ങള് കാറിൽ പോവാന്ന് വിചാരിച്ചോ. ഹലോ, കേൾക്കുന്നുണ്ടോ? അപ്പൊ കാറിൽ പോകുമ്പോ, നിങ്ങൾ കാറിൽ പോവാണെന്നുണ്ടെങ്കിൽ ആക്സിലറേറ്റർ ചവിട്ടുന്നതാണ് ആക്സിലറേറ്റഡ് മോഷൻ. അച്ഛൻ ആക്സിലറേറ്റഡ് അല്ലെങ്കിൽ അമ്മ ആക്സിലറേറ്റർ ചവിട്ടില്ലേ? ആക്സിലറേറ്റർ ചവിട്ടില്ലേ? ചവിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ആക്സിലറേറ്റഡ് മോഷൻ. വി വിൽ കം ടു ദാറ്റ്. ഇപ്പൊ തൽക്കാലം അത് പഠിക്കേണ്ട, ആക്സിലറേറ്റഡ് മോഷൻ ആണെന്ന് മാത്രം പറഞ്ഞാൽ മതി. വി വിൽ കം ടു ദാറ്റ് ആക്സിലറേറ്റർ പെഡലിംഗ് കേസ്. ഓക്കെ, അപ്പൊ ഇത് എഴുതിക്കെ, തനിയെ എഴുതിക്കെ. ഓക്കെ, അപ്പൊ നൗ വിൽ കണ്ടിന്യൂ. ഇനി നമുക്ക് രണ്ട് കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്. അതെന്തത്? സ്പീഡിനെ പറ്റിയിട്ട് വെലോസിറ്റിനെ പറ്റിയിട്ട്. അപ്പൊ നോക്കിക്കോ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വി സ്റ്റഡി ഡിസ്റ്റൻസ്. എന്താ നമ്മൾ പഠിച്ച? ഡിസ്റ്റൻസ് പഠിച്ചു. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്ത് ലെങ്ത് ആണെന്ന് പഠിച്ചു. Then we studied displacement. Displacement. What is displacement? Displacement is distance with the direction എന്ന് നമ്മൾ പഠിച്ചു. അല്ലെങ്കിൽ shortest path length, shortest distance between initial and final position. Initial and final position. ഇത് താൻ distance and displacement. ഇത് താൻ നമ്മ പഠിച്ചത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് rate of change of distance ആണ്. Rate of change of distance is speed. Speed പഠിക്കാനുണ്ട്. ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് സ്പീഡ്, ഡിസ്പ്ലേസ്മെന്റിന് കറസ്പോണ്ടിങ് വെലോസിറ്റി. ഡിസ്പ്ലേസ്മെന്റിന് കറസ്പോണ്ടിങ് വെലോസിറ്റി. ഓൾറൈറ്റ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസിനെയാണ് സ്പീഡ് എന്ന് പറയുക. അതിന്റെ അർത്ഥം എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്പീഡ് അല്ല ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ എന്താ? ഡിസ്റ്റൻസ് ഞാൻ എത്ര ടൈമിലാണ് കവർ ചെയ്യുന്നത്? റേറ്റ് ഓൾവേസ് മീൻസ് ടൈം. റേറ്റ് ഓൾവേസ് മീൻസ് ഡിവൈഡഡ് ബൈ 10. അറ്റ് വാട്ട് റേറ്റ് യു ആർ ഡൂയിങ്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, ഭഗത്ത് ഒരു മതിൽ കെട്ടുക എന്ന് വിചാരിച്ചു. ഭഗത്തിന് ഒരു ദിവസം മതി മതിൽ കെട്ടാൻ, ബിക്കോസ് ഭഗത്ത് ജിമ്മാണ്. അതേസമയം അദ്വൈത് 2 ദിവസം എടുത്തു. റേറ്റ് അറ്റ് വിച്ച് ഭഗത് ഈസ് വർക്കിംഗ് ഈസ് ഫാസ്റ്റർ എന്ന് നമ്മൾ പറയും അല്ലെ.
ഭഗത്തിന് പണി കൊടുത്താൽ മതി, കാരണം ഭഗത്ത് ഫാസ്റ്റർ ആണ് എന്ന് നമ്മൾ പറയും. ഭഗത്തിനെ സുഖിപ്പിച്ചതാണ്, കാരണം ഇന്ന് അവന്റെ ബർത്ത്ഡേ അല്ലേ, അത് കാരണം. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ, ഭഗത്ത് വർക്ക്സ് അറ്റ് എ ഫാസ്റ്റർ റേറ്റ്, Advaita is comparatively slower. How did we arrive at this conclusion? Because we considered what is the rate at which they are working. Rate എന്ന് പറഞ്ഞാൽ ടൈം കൺസിഡർ ചെയ്തു, ഒരേ വർക്ക് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നുണ്ട് എന്ന് കൺസിഡർ ചെയ്തു. ഇതിനെയാണ് നമ്മൾ റേറ്റ് എന്ന് പറയാം. സോ വാട്ട് ഇസ് സ്പീഡ്? വളരെ സിമ്പിൾ ആണ്, ഇത്രയും കാര്യമായിട്ടൊന്നും ചെയ്യേണ്ട. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ആണ് സ്പീഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ഫോർമുല കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അയ്യേ ഇത്രയുള്ളൂ എന്ന് ചോദിക്കും. എന്താത്? ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. ഓൾറൈറ്റ്. അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 2-3 കാര്യങ്ങൾ നമുക്ക് നോക്കണം. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഡിസ്റ്റൻസ് ബൈ ടൈം. ഈ ഡിവൈഡഡ് ബൈ ടൈം വരുമ്പോഴാണ് എപ്പോഴും നമ്മൾ റേറ്റ് എന്ന് പറയാം. ഡിവൈഡഡ് ബൈ ടൈം എന്ന് വരുമ്പോഴാണ് സാഗര വീഡിയോ ഓൺ ചെയ്തിരുന്നേ, അതിനത് വീഡിയോ ഓൺ ചെയ്തിരുന്നേ. ബൈ ടൈം എന്ന് പറയുന്നതാണ് എപ്പോഴും. ഇത് ഇങ്ങനെ ഒരെണ്ണം ഉണ്ടോ ഇതിന് നമ്മൾ റേറ്റ് എന്നാണ് പറയാം. നോ, എവിടെ എഴുതണം നമ്മൾ ഇത്? ഈ ഫോർമുല നമ്മൾ എവിടെ എഴുതണം? എവിടെ എഴുതണം? ഫിസിക്സ് നോട്ട്ബുക്കിന്റെ ബാക്ക്. ഫിസിക്സ് നോട്ട്ബുക്കിന്റെ ബാക്ക് എടുത്തിട്ട് എഴുതിയേ. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം വിച്ച് ഇസ് ഈക്വൽ ടു ഡി ബൈ ടി. ഇനി ഇതിന്റെ യൂണിറ്റ് നോക്കിക്കോ. യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ? ഡിസ്റ്റൻസിന്റെ SI യൂണിറ്റ് എന്താ? നമ്മൾ എന്താ പഠിച്ച ഡിസ്റ്റൻസിന്റെ SI യൂണിറ്റ്? മീറ്റർ. ആ, ഞാൻ SI യൂണിറ്റ് ആണ് പറയുന്നത്. സ്പീഡിന്റെ SI യൂണിറ്റ്. ടൈമിന്റെ SI യൂണിറ്റ് എന്താ? സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ്. സ്പീഡിന്റെ SI യൂണിറ്റ് എന്താ? അപ്പോ മീറ്റർ പെർ സെക്കൻഡ്. സ്പീഡിന്റെ SI യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ്. ഇത്രയേ ഉള്ളൂ. ആ m raised to s m meter s raised to -1 എന്ന് എഴുതാം. കാരണം ബൈ s എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് റേസ് ടു -1. ഇപ്പൊ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, ms raised to 2 ഉണ്ടെന്ന് വിചാരിച്ചു. ഇറ്റ് ഇംപ്ലൈസ് ms raised to -2. ഇതിന്റെ അർത്ഥം ഇത് മോളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മൈനസ് കൂടി ഇടണം, അത്രേ ഉള്ളൂ. ഓക്കെ, ദിസ് മീൻസ് s raised. തൊപ്പി ഇല്ലെങ്കിൽ നമ്മൾ തൊപ്പി കൊടുക്കണം, വിച്ച് ഇസ് raised to 1 ആണ്. 1 ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും ഇഷ്ടമല്ല. നമ്മുടെ ഈ ഫിസിക്സുകാർക്കും കെമിസ്ട്രിക്കാർക്കും 1 ഒരു പ്രത്യേക ദേഷ്യമുണ്ട്. 1 ഉണ്ടെങ്കിൽ അവർ ഇടില്ല. നമ്മൾ അസ്യൂം ചെയ്തോണം 1 ഉണ്ട് എന്നുള്ളത്. അപ്പൊ എന്നാൽ കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം 1 ഉണ്ട് എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു തുണി ഉണ്ട് എന്നുള്ളത്. അതെന്താണ് തുണി? 1 ആണ്. അപ്പൊ ഇവിടെ ഒരു 1 ഉണ്ട്. അപ്പൊ ഈ 1ന് ഞാൻ മുകളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ -1 എന്ന് നമ്മൾ ഇടണം. ms raised to -1. This is your SI unit. SI unit എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ്. സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരല്ല ഇതാണ് ഫോളോ ചെയ്യുന്നതെന്നല്ല അർത്ഥം. സാധാരണഗതിയിൽ ഫിസിക്സിൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം, കുറേ കാര്യങ്ങൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് വെച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതർ യൂണിറ്റ്സ് എന്താണ്? അതർ യൂണിറ്റ് എഴുതണം, ഫിസിക്സിന്റെ ബാക്ക് സൈഡിൽ തന്നെ എഴുതണം. കിലോമീറ്റർ is a unit of distance. കിലോമീറ്റർ പെർ അവർ is a very good unit of speed. നമ്മള് ട്രെയിനിന്റെ സ്പീഡൊക്കെ കിലോമീറ്റർ പെർ അവർ എന്നാണ് ചെയ്യുക. അഥവാ നിങ്ങൾ അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ മൈൽസ് പെർ സെക്കൻഡ്, മൈൽസ് പെർ അവർ എന്ന് പറയുന്നതും അനദർ യൂണിറ്റ്, ബട്ട് വി ഡോണ്ട് ജനറലി യൂസ് ഇറ്റ്. കിലോമീറ്റർ പെർ അവർ ഇസ് എ ജനറൽ യൂണിറ്റ്, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന. സെന്റിമീറ്റർ പെർ സെക്കൻഡ് വേണമെങ്കിൽ കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇതൊക്കെ ഇന്റർ കൺവേർട്ട് ചെയ്യാനും നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. നൗ അനദർ പോയിന്റ്, സ്പീഡിൽ ആരുടെ കുട്ടികളുള്ളത്? ഡിസ്റ്റൻസ് ആണുള്ളത്. ദിസ് ഇസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. Distance is a scalar quantity. Time is a scalar quantity. So speed is a scalar quantity. No direction. We are not even bothered about direction. നിങ്ങൾ തെക്കോട്ട് പോയോ വടക്കോട്ട് പോയോ പടിഞ്ഞാട്ട് പോയോ മോളിലോട്ട് പോയോ, we are not bothered. We are only bothered about the speed. Very important point. Distance is a scalar quantity. Speed is a scalar quantity. Distance is a scalar quantity. Speed is a scalar quantity. ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായോ? Now coming to velocity. Velocity എന്ന് പറയുന്നത് മായ്ക്കട്ടെ, ഇത് മായ്ക്കട്ടെ. വെലോസിറ്റി. അപ്പൊ നമ്മളെ പറഞ്ഞു ഡിസ്റ്റൻസിന് ആരാ കൂട്ടുള്ളത്? ഡിസ്റ്റൻസിന് കൂട്ട് സ്പീഡ്. ഒബ്വിയസ്ലി വേറെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റിന് വിഷമാവില്ലേ അല്ലെ? ഡിസ്പ്ലേസ്മെന്റിന് കൂട്ട് കൊടുക്കാം. റേറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. സോ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമിനെയാണ് വെലോസിറ്റി എന്ന് പറയാം.
അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയാം. മനസ്സിലായോ? അല്ലെങ്കിൽ ഇനി ഒരു ഡെഫിനിഷൻ എന്താ? ഇനി ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോ, ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഡിസ്പ്ലേസ്മെന്റിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യും? സ്പീഡ് വിത്ത് ഡിസ്റ്റൻസ്, സ്പീഡ് വിത്ത് ഡിസ്റ്റൻസ് ആണേ അല്ലെ? അപ്പൊ സ്പീഡ് along a particular direction, a particular direction, particular direction. ഇതിനെ നമ്മൾ വെലോസിറ്റി എന്ന് പറയും. ഒരു പർട്ടിക്കുലർ ഡയറക്ഷനില് നമ്മൾ പോവാണ്, ഒറ്റ ഡയറക്ഷനിൽ, അതെന്താണ് സ്പീഡ്? ദാറ്റ് ഈസ് ഈക്വലന്റ് ടു വെലോസിറ്റി, ദാറ്റ് ഈസ് ഈക്വലന്റ് ടു വെലോസിറ്റി. ഓക്കെ, അപ്പൊ സ്പീഡ് വിത്ത് ഡയറക്ഷൻ ഇസ് നോൺ ആസ് വെലോസിറ്റി. ഇതേപോലെ ഡിസ്റ്റൻസ് വിത്ത് അല്ല ഡിസ്റ്റൻസ്, എടാ പിള്ളേരെ സോറി എടാ കുട്ടികളെ നോക്കിക്കോ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് വിത്ത് ഡയറക്ഷൻ. ഓ നോ സോറി, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞേ? ഡിസ്റ്റൻസ് വിത്ത് ഡയറക്ഷൻ ആണ്. ഡിസ്പ്ലേസ്മെന്റ് മീൻസ് ഡിസ്റ്റൻസ് വിത്ത് ഡയറക്ഷൻ. ഇതിന്റെ അർത്ഥം എന്താ? വെലോസിറ്റി എന്താണ്? സ്പീഡ് അലോങ് എ പർട്ടിക്കുലർ ഡയറക്ഷൻ അല്ലെങ്കിൽ സ്പീഡ് വിത്ത് ഡയറക്ഷൻ ഈസ് നോൺ ആസ് വെലോസിറ്റി. സ്പീഡ് വിത്ത് ഡയറക്ഷൻ ഇസ് നോൺ ആസ് വെലോസിറ്റി. അപ്പൊ നോക്കിക്കോ, സ്പീഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. വെലോസിറ്റിക്ക് ആരൊക്കെയാണ് രണ്ട് കോമ്പണൻസ്? വെലോസിറ്റിക്ക് രണ്ട് കോമ്പണൻസ് ഉണ്ട്. ആരൊക്കെയാണ്? സ്പീഡ് എന്ന് പറയുന്ന കോമ്പണന്റും ഉണ്ട്, ഡയറക്ഷൻ എന്ന് പറയുന്ന കോമ്പണന്റും ഉണ്ട്. Is it very clear? Now, how can I change my velocity? To change velocity, velocity change ചെയ്യണമെങ്കിൽ I can change speed or I can change direction. To change velocity, what all can I do? I can either change speed or I can either change direction. Is it very clear? അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മള് ശരി ഇരിക്കട്ടെ നിക്ക്, ഞാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഇനി നോക്കിക്കോ, ഡയറക്ഷൻ ഉണ്ടെങ്കിൽ വെലോസിറ്റി ഈസ് എ വാട്ട് ക്വാണ്ടിറ്റി? സ്കെയിലർ ആണോ വെക്ടർ ആണോ? സ്കെയിലർ ക്വാണ്ടിറ്റി ആണോ വെക്ടർ ക്വാണ്ടിറ്റി ആണോ? വെക്ടർ ക്വാണ്ടിറ്റി. ഡയറക്ഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ഇറ്റ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. വെലോസിറ്റി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി ബിക്കോസ് ഇറ്റ് ഹാസ് ഡയറക്ഷൻ. ഡയറക്ഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് മീൻസ് വെലോസിറ്റി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇത്ര എഴുതിയേ എല്ലാവരും? Okay, a car travels a distance of 100 km in 4 hours. What is the speed of car? അപ്പൊ ഇതിൽ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇതിൽ എപ്പോഴും നമ്മൾ കെയർലെസ് മിസ്റ്റേക്സ് ആദ്യം തുടങ്ങിയിട്ട് നമുക്ക് നോക്കണം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഗിവൺ ഓക്കെ, ഗിവൺ എഴുതുന്നത് റഫ് സൈഡിൽ എഴുതിക്കോ. ഈ ഒരു ഓർഡർ എപ്പോഴും നോക്കണം കേട്ടോ. ഗിവൺ കൺവേർഷൻ അല്ല, ഗിവൺ ടു ഫൈൻഡ്, ഗിവൺ കഴിഞ്ഞിട്ട് ടു ഫൈൻഡ്, കൺവേർഷൻ, ഫോർമുല ആപ്ലിക്കേഷൻ എടുത്ത് എഴുതുക. അതായത് ആൻസർ യൂണിറ്റ് ഇത് എഴുതിയ റഫ് വർക്ക് ഏരിയയിൽ എഴുതിയ ഈ സാധനം, ഇതേ ഓർഡർ, ഈ സാധനം നമ്മൾ ഇനിയുള്ള എല്ലാ പ്രോബ്ലത്തിനും ഇത് ഫോളോ ചെയ്യട്ടോ. സോ ദാറ്റ് we don't have any careless mistakes. First given തന്നിരിക്കണം ഒക്കെ എഴുതണം. ആദ്യം എന്താ എഴുതണ്ടേ? ഇത് ആൻസർ കിട്ടിയാ പോരാ, ആൻസർ എങ്ങനെ കിട്ടിയെന്നും കൂടി ആൾക്കാരെ ബോധ്യപ്പെടുത്തണം. സോ ഡിസ്റ്റൻസ് ഓക്കെ ഇസ് ഈക്വൽ ടു എത്രയാ തന്നേക്കണേ? 100 കിലോമീറ്റർ. ഇങ്ങനെ എടുത്ത് എഴുതണം. പിന്നെ എന്താ തന്നേക്കണേ? ഇൻ 4 hours. എന്താ അത്? 4 hours എന്ന് പറയുന്ന ചക്കയാണോ? ടൈം ഇസ് ഈക്വൽ ടു 4 hours എന്ന് എഴുതണം. ഇനി അടുത്തത് എന്താ? അപ്പൊ ഗിവൺ കഴിഞ്ഞു. ടു ഫൈൻഡ് എന്താ? സ്പീഡ് ഓഫ് ദ കാർ. സ്പീഡ് ഇസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. ഇപ്പൊ എന്താ പറ്റണേ? ചില സമയത്ത് രണ്ട് സാധനങ്ങൾ കണ്ടുപിടിക്കാൻ പറയും. രണ്ട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ രണ്ട് കൊമ്പ് ഇടണം. സോ ദാറ്റ് യു ആർ അവെയർ, രണ്ട് സാധനങ്ങൾ കണ്ടുപിടിക്കാനുണ്ട് എന്ന് അവെയർ ആയിരിക്കണം. പല കുട്ടികളും കെയർലെസ് മിസ്റ്റേക്ക് എങ്ങനെയാ വരുന്നത്? ഒരെണ്ണം കണ്ടുപിടിക്കും, മറ്റേത് കണ്ടുപിടിക്കാൻ വിട്ടുപോകും അല്ലെ? അത് വരാതിരിക്കാനാണ് ഈ രണ്ട് കൊമ്പ്. ഓക്കെ, സ്പീഡ് കഴിഞ്ഞു. അപ്പൊ ടു ഫൈൻഡ് കഴിഞ്ഞു. കൺവേർഷൻ ഇതിലില്ല, കിലോമീറ്ററും അവറും ആണ്. തൽക്കാലം കൺവേർഷൻ ഇല്ല. കൺവേർഷൻ വരുന്ന സാധനങ്ങളുണ്ട്, വിൽ കം ടു ദാറ്റ്. കൺവേർഷൻ ഇല്ല, ടിക്ക് ഇട്ടോ. ഫോർമുല എന്താണ്? സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം. ഡിസ്റ്റൻസ് ബൈ ടൈം.
ആപ്ലിക്കേഷൻ ഫോർമുല എഴുതി. ആപ്ലിക്കേഷൻ എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എത്രയാണ്? 100 ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ്? 4. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു വാട്ട്? 25. ആൻസർ എഴുതി. യൂണിറ്റ് എന്താണ്? വെരി ഇമ്പോർട്ടന്റ്. കിലോമീറ്റർ പെർ അവർ. ഇത് കിലോമീറ്ററിലാണ്, ഡിവൈഡഡ് ബൈ ഇത് അവറിലാണ്, ഡിവൈഡഡ് ബൈ കിലോമീറ്റർ പെർ അവർ. മനസ്സിലായേ? ഇങ്ങനെ ചെയ്യണം. കറക്റ്റ് ആൻസർ കിട്ടിയിട്ട് കാര്യമില്ല. കറക്റ്റ് ആൻസർ കിട്ടി എന്ന് ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഇസ് വൈ യു റിക്വയർഡ് സ്റ്റെപ്സ്. പറ 100 ഡിവൈഡ് ബൈ 25 4 എങ്ങനെ കിട്ടിയെന്നാണ്? അല്ല ആ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമിന് മുമ്പ് സ്പീഡ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് എഴുതണം ആൻസർ വേണം. ഓക്കെ ഓൾറൈറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ SI യൂണിറ്റ് ഓഫ് ഇത് സ്പീഡ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ കിലോമീറ്റർ പെർ അവർ, എന്ത് വേണമെങ്കിലും ആവാം. MS⁻⁻1 ആവാം. സ്പീഡ് സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. നമ്മൾ സ്പീഡോമീറ്റർ എന്ന് പറയുന്നത് സ്പീഡ് കാണിക്കുന്ന സാധനമാണ്. നമ്മുടെ കാറിൽ സ്പീഡോമീറ്റർ ഷോസ് സ്പീഡ്, ഇങ്ങനെ ആടുന്ന സാധനം ഉണ്ടല്ലോ, സ്പീഡ് കാണിക്കുന്നത്. അതേസമയം ഡിസ്റ്റൻസ് റെക്കോർഡ് ചെയ്യുന്നത് ഓഡോമീറ്റർ. ഡിസ്റ്റൻസ് ആരാണ് റെക്കോർഡ് ചെയ്യുന്നത്? ഓഡോമീറ്റർ. ഓക്കെ, അത് കിലോമീറ്ററിലാണ് ഡിസ്റ്റൻസ് റെക്കോർഡ് ചെയ്യുന്നത്. കിലോമീറ്ററിൽ ഡിസ്റ്റൻസ് റെക്കോർഡ് ചെയ്യും. ഇനി ഒരു സാധനം നോക്കിക്കോ. ഇനി ഒരു പോയിന്റ് കൂടി പറഞ്ഞുതരാം. നമ്മൾ സ്പീഡ് പഠിച്ചു, അതേപോലെ വെലോസിറ്റി പഠിച്ചു. ദർ ഇസ് സംതിങ് നോൺ ആസ് ആവറേജ് സ്പീഡ്. ഓക്കെ, അപ്പൊ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഫറ ഇവിടെ നിന്ന് മണക്കാട് നിന്ന്, അതായത് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ ഒരു വോക്ക് അങ്ങോട്ട് പോയി. ഓക്കെ, ഫറ തനിച്ച് കാറിലാണ് ഓടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അപ്പൊ ഫറ അവിടെ എത്തുമ്പോഴേക്കും ഫറയുടെ റിലേറ്റീവ് ആരെങ്കിലും ചോദിക്കുക, ഓ ഫറ എത്ര സ്പീഡിലാണ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഫറ പറയും, ഞാനൊരു 60 കിലോമീറ്റർ പെർ അവറിലാണ് വന്നത് എന്ന് പറയും. അതിന്റെ അർത്ഥം ഫറ ഇങ്ങനെ ഓരോരോ പോയിന്റിൽ 60 കിലോമീറ്റർ പെർ അവറിലായിരുന്നോ? ഫറ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഈ സ്പോട്ട് എത്തിയപ്പോഴത്തേക്കും ഭയങ്കര ട്രാഫിക് ആണ്. അവിടെ ചിലപ്പോൾ 20 കിലോമീറ്റർ പെർ അവറിലേ ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും കൊല്ലം എത്തി. കൊല്ലത്ത് ഭയങ്കര ട്രാഫിക് ആണ്. അവിടെ ചിലപ്പോൾ 30 കിലോമീറ്റർ പെർ അവറിലേ ഉണ്ടാവുള്ളൂ. പക്ഷെ കൊല്ലം ആലപ്പുഴ ബൈപ്പാസ് കട്ടക്കിടലാണ്. അവിടെ നമ്മൾ 70 കിലോമീറ്റർ പെർ അവറിൽ പോകും. അത് കഴിഞ്ഞിട്ട് ആലപ്പുഴ കഴിയുമ്പോഴത്തേക്കും ഉള്ള ബൈപ്പാസ് 1 വേ ആണ്. അപ്പൊ നമ്മൾ 50 കിലോമീറ്റർ പെർ അവറിലേ പോകുള്ളൂ. പല സമയത്തും പല സ്പീഡാണ്. എന്നാലും ഫറ അവിടെ പോയപ്പോഴത്തേക്കും പറഞ്ഞു 60 കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പൊ ഫറ അയ്യോ നമ്മൾ റെക്കോർഡ് ചെയ്തോ? ഇല്ല, റെക്കോർഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ പറയുന്ന പോലെ ഫറ കള്ളം പറയുവാണോ? ഫറ കള്ളം പറയില്ല. കാരണം ഉറപ്പാണ്, ഫറ ഒരിക്കലും കള്ളം പറയില്ല. അപ്പൊ എന്തുകൊണ്ട് ഫറ 60 കിലോമീറ്റർ പെർ അവറിൽ പോയി എന്ന് പറഞ്ഞു? അതിനൊരു കാരണമുണ്ട്. ഫറ പറയുന്നത് ആവറേജ് സ്പീഡിനെ കുറിച്ചാണ്. ഫറ എന്തിനെ പറ്റിയിട്ടാ പറയുന്നത്? ആവറേജ് സ്പീഡിനെ പറ്റിയിട്ട്. അപ്പൊ ഫറ പറഞ്ഞിരിക്കുന്ന ആവറേജ് സ്പീഡ് എന്താണ് ഫറ ആവറേജ് സ്പീഡ്? വളരെ സിമ്പിൾ ആണ്. വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ്? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ഇതിനെയാണ് ആവറേജ് സ്പീഡ് എന്ന് നമ്മൾ പറയുന്നത്. അതായത് രമണ, ഫറ പോയത് തിരുവനന്തപുരം ടു എറണാകുളം, വിച്ച് ഇസ് ഓൾമോസ്റ്റ് 200 കിലോമീറ്റേഴ്സ്. ഫറ എത്തിയത് ഏതാണ്ട് എത്ര മണിക്കൂറിലാണ്? ഏതാണ്ട് 4 മണിക്കൂറാണെന്ന് വിചാരിച്ചോ? 4 മണിക്കൂറാണെന്നുണ്ടെങ്കിൽ ഫറ പോയത് 50 കിലോമീറ്റർ പെർ അവറിലാണ്. ഡസ് ഇറ്റ് മേക്ക് സെൻസ്? അപ്പൊ ഫറ അവിടെ പോയിട്ട് പറഞ്ഞത് 63 കള്ളമായിരുന്നു. 50 കിലോമീറ്റർ പെർ അവറിലാണ് ഫറ എത്തിയത് എന്ന് ഫറയ്ക്ക് അവിടെ പോയിട്ട് പറയാം. ദാറ്റ് ഈസ് ദ ആവറേജ് സ്പീഡ്. അപ്പൊ generally what happens, we take different speed at different point of time. So when we talk in general regarding long distances that we covered, we talk in terms of average speed. What is average speed? Average speed is a total distance covered by total time. Okay, അതിനെയാണ് നമ്മൾ average speed എന്ന് പറയുന്നത്. Is it clear everybody? Is it clear? This is the formula. ഈ ഫോർമുല എവിടെ എഴുതണം? നോക്കിക്കോ, മോളിപ്പോ ചോദിച്ചത് ഇപ്പൊ യൂണിഫോം സ്പീഡുള്ള ആളാണെന്ന് വിചാരിച്ചോ. യൂണിഫോം സ്പീഡുള്ള ആളാണ്. അതിന്റെ അർത്ഥം 5 സെക്കൻഡ്സില് അടുത്ത 5 സെക്കൻഡ്സില് ഒക്കെ പുള്ളിക്കാരന് 10 മീറ്റർ പെർ സെക്കൻഡ്, ഇതിലും 10 മീറ്റർ പെർ സെക്കൻഡ്, ഇതിലും 10 മീറ്റർ പെർ സെക്കൻഡ് തന്നെയായിരിക്കും അങ്ങയുടെ സ്പീഡ്, പുള്ളിക്കാരന്റെ സ്പീഡ്. അതേസമയം നോൺ യൂണിഫോം സ്പീഡ് ആണെങ്കിൽ പുള്ളിക്കാരന് ഒരു സമയത്ത് 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും, വേറൊരു ഇന്റർവെല്ലിൽ 15 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും, വേറൊരു ഇന്റർവെല്ലിൽ 5 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഇൻ ദിസ് പർട്ടിക്കുലർ കേസ് നോൺ യൂണിഫോം സ്പീഡിലാണ് average speed is going to be more relevant, because in this case average speed is going to be equal to 10 meter per second itself. 10 meter per second itself. മനസ്സിലായോ?
ഓക്കെ, ജനറലി നോൺ യൂണിഫോം സ്പീഡിന്റെ സമയത്താണ് നമ്മൾ ആവറേജ് സ്പീഡിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. ദാറ്റ് ഇസ് മോർ റിലവന്റ്. ഓക്കെ, ആരെ ക്വസ്റ്റ്യൻ ചോദിച്ചേ? ഓക്കെ, ശരി, ഓൾ റൈറ്റ്. നൗ കമ്മിങ് ടു ഇനി ഒരു കോൺസെപ്റ്റ് പറഞ്ഞേരേ. ഓക്കെ, വെലോസിറ്റി നമ്മൾ ഡിസ്റ്റൻസ് ട്രാവൽഡിന്റെ ഗിവൺ ഡയറക്ഷൻ വിച്ച് ഇസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് എന്ന് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഡയറക്ഷൻ ഓഫ് എ വെലോസിറ്റി. അപ്പൊ വെലോസിറ്റി നമ്മൾ പറഞ്ഞു, വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. വെലോസിറ്റി എന്ത് ക്വാണ്ടിറ്റി ആണ്? വെലോസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടാവും. എന്തൊക്കെ ഉണ്ടാവും? മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, കൂട്ടത്തില് ഡയറക്ഷൻ ഉണ്ടാവും. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡ് ആണ്. ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? സെയിം ആസ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അതേ ഡയറക്ഷൻ ആണ് വെലോസിറ്റിക്ക് ഉണ്ടാവുന്നത്. ആൻഡ് വാട്ട് ഇസ് എ യൂണിറ്റ് ഓഫ് വെലോസിറ്റി? ഇറ്റ് ഇസ് ഗോയിങ് ടു ബി സെയിം ആസ് ദാറ്റ് ഓഫ് സ്പീഡ് ഇറ്റ്സെൽഫ്. Meter per second is the SI unit. Kilometer per hour can be another unit. Okay, now coming to difference between speed and velocity. സ്പീഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്കെയിലർ ക്വാണ്ടിറ്റി, വെലോസിറ്റി അതേസമയം വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. സ്പീഡ് ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞു സ്പീഡിന് ആകെ ഉള്ളത് മാഗ്നിറ്റ്യൂഡ് ആണ് അല്ലെ. സ്പീഡിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ മാഗ്നിറ്റ്യൂഡ്, അതായത് സ്പീഡ് തന്നെ മാറണം. 5 കിലോമീറ്റർ പെർ അവർ എന്നുള്ളത് 10 കിലോമീറ്റർ പെർ അവർ ആയ സ്പീഡ് മാറി എന്ന് പറയും. വെലോസിറ്റിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ 2 ചേട്ടന്മാരുണ്ട്. വെലോസിറ്റിക്ക് 2 പേരാണുള്ളത്. ആരൊക്കെ ഉണ്ട്? ഒരെണ്ണം വെലോസിറ്റി ഈസ് ദ സ്പീഡ് ഇറ്റ്സെൽഫ് വിത്ത് ഡയറക്ഷൻ. സ്പീഡ് വിത്ത് ഡയറക്ഷൻ. സ്പീഡ് മാറിയാലും വെലോസിറ്റി മാറും, ഡയറക്ഷൻ മാറിയാലും വെലോസിറ്റി മാറും. ഇത് നമ്മൾ ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? ഒരു കാറ് ഓക്കെ 5 കിലോമീറ്റർ പെർ അവറിൽ പോവാണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഡസ് ഇറ്റ് ഹാവ് കോൺസ്റ്റന്റ് സ്പീഡ്? 5 കിലോമീറ്റർ പെർ അവറിൽ പൊക്കോണ്ടേയിരിക്കുകയാണ്. Does it have constant speed? It has constant speed. Does it have constant velocity? We can't say that. Why? Okay, 5 kilometer per hour in a straight line ആണെന്ന് വിചാരിച്ചോ. 5 kilometer per hour in a straight line ആണെങ്കിൽ it is constant. It has constant velocity. കാരണം എന്താ അർത്ഥം? 5 കിലോമീറ്റർ പെർ അവർ തന്നെയാ പൊക്കോണ്ടിരിക്കണേ, സ്ട്രെയിറ്റ് ലൈനിൽ തന്നെയാ പൊക്കോണ്ടിരിക്കണേ. പക്ഷെ 5 കിലോമീറ്റർ പെർ അവർ ഇൻ എ സർക്കുലർ വേ. ഇവിടെ ഡയറക്ഷൻ ചേഞ്ച്. Even when speed is constant, direction is changing. So velocity is changing. മനസ്സിലായോ? സോ ഈ കിലോമീറ്റർ പെർ അവർ വെച്ച് മാത്രം നമുക്ക് വെലോസിറ്റിയുടെ കാര്യം പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് സ്പീഡിന്റെ കാര്യം പറയാൻ പറ്റും. മക്കളെ, ഇത് എഴുതിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ മറക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. 5 kilometer per hour. A body is moving in 5 kilometer per hour. Velocity, velocity can change when speed changes or direction changes. അടുത്തത്, a body is moving in 5 kilometer per hour. Does it mean it has constant speed? Yes, it has constant speed. A body is moving in 5 kilometer per hour. Does it mean it has constant velocity? We cannot say that. എന്നുള്ളത് പറയണം. A body is moving in 5 kilometer per hour in a straight line. Then it has constant velocity. A body is moving in 5 kilometer per hour in a circle. Then it does not have a constant velocity as direction is continuously changing. എന്നുള്ളത് എഴുത്.